കൂടുതൽ ഹസനാത്തായതുകൊണ്ട് അയാളെ നരകത്തിൽ എത്തുന്നില്ല. നേരെ മറിച്ച് കുളിക്കാണ്. അങ്ങനെ തൂക്കം നോക്കി ഒരാളെ സമ്പലം ആവാസീനുക, അയാളെ നന്മയുടെ തൂക്കം കൂടുതൽ. അയാളുടെ സ്വർണ്ണത്തിൽ മാത്രം അപ്പോഴും ബാങ്കിൽ ഒരാള് ഐറട്ടി പഠിച്ചാലേ അയാൾ വിടാനായിട്ടില്ല. അല്ലാഹുവേ, ആ മനുഷ്യനെ വിടാനായിട്ടില്ല റബ്ബേ. ഫഖദ് താബനി ഫഖദ് ശതബനി ഫഖദ് ശതബനി. അയാൾ അങ്ങനെ വിട്ടാൻ പറ്റൂല റബ്ബേ. അദ്ദേഹം എന്നെ ഗീബത്ത് പറഞ്ഞവനാണ്, അദ്ദേഹം എന്നെ ചീത്ത പറഞ്ഞവനാണ്, അദ്ദേഹം എന്റെ സമ്പത്ത് തട്ടിയെടുത്തവനാണ്. അതാ കൊടുക്കും. അതാ ഞാൻ പറഞ്ഞത്, അമൽ തെറ്റ് ചെയ്യാത്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായിട്ടുള്ള തെറ്റ. അത് പഠിച്ചോൻ കൊടുക്കും. ഞാൻ നിങ്ങളെ ഒരടി അടിച്ചല്ലേ ഗീബത്ത് പറഞ്ഞാൽ തൗബ ചെയ്താൽ ആ ഗീബത്ത് എന്ന ദോഷം പുറത്തുകൊള്ളും. അത് പുറത്തുപെടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അയാളെ കൊണ്ട് പൊരുത്തപ്പെട്ടു. ഇപ്പൊ അല്ലെങ്കിൽ ഉണ്ടാവും ഹസൻ ബസരി എന്ന ഒരാൾ എപ്പോഴും പൊരുത്തപ്പെടും. ഹസൻ ബസരി എന്ന താബിഈകളിൽ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഹബീബായ നബിതങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരികയായിരുന്നെങ്കിൽ ഹസൻ ബസരി തങ്ങൾ പ്രവാചകനായിരുന്നു ആകുമായിരുന്നു എന്ന് മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞ അത്രയും വലിയ മൂപ്പരെപ്പോഴും കുറ്റപ്പെടുന്ന ഒരാളാണ്. എത്ര വലിയ ആളായാലും കുറ്റപ്പെടുത്തലുകൾ. അങ്ങനെയാണ് ഒരാൾ വന്നപ്പോൾ പറയുന്നത് ഹസൻ ബസരിയുടെ വല്ലാത്തൊരു തന്നെ അവിടെ ഇന്ന് ആളെ പറ്റി പറയാൻ. അങ്ങനെ ചിലർക്ക് അങ്ങനെ സുഖാടാണ് ഇങ്ങനെ ഇന്ന് പറയാം. അത് കേട്ട് ചിരിച്ചെടുക്കാൻ പറയാനുണ്ടാവും. എന്താ ഇതിന്റെ ഭവിഷ്യത്ത് എന്ന് മനസ്സിലാക്കാൻ കിട്ടില്ല. അപ്പൊ സ്നേഹിക്കുന്ന ആള് വന്ന് പറഞ്ഞേ അതാ ഓനതാ നിങ്ങളെ പറ്റി എന്നാ പറയുന്നത്. അപ്പൊ ഹസൻ ബസരി തങ്ങളുടെ നേരെ കടയിൽ പോയി നല്ല കുറച്ച് ആപ്പിള്, കുറച്ച് മുന്തിരി, കുറച്ച് ഉറുമാമ്പഴം ഇതൊക്കെ വാങ്ങിയിട്ട് നല്ല പേക്ക് ചെയ്ത് അതിൽ കത്ത് എഴുതിയിട്ട് അയാൾ കൊണ്ടുപോകും. ആളെ കുത്താണ്ടല്ലാണ് പോയതല്ല, ഇതെല്ലാം അയാൾക്ക് കൊടുക്കണം. ഹസൻ ബസരി തങ്ങളെ കുറ്റം പറയുന്ന ആൾക്ക് ഇതാണ് കൊണ്ടുകൊടുക്കും. ഇതെന്താന്ന് വെച്ചിട്ട് ആള് പട്ടി പഠിച്ചവർക്ക് നല്ല ആപ്പിളുണ്ട്, മുന്തിരിയുണ്ട്, ഉറമാമ്പായുണ്ട്, നല്ല നല്ല തിന്നാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു കത്തുണ്ട്. എന്താ കത്തിലുള്ളത്? കത്തിലുള്ളത് എനിക്ക് വിവരം കിട്ടി. അന്നക തുർസിലു ഇലയ്യ ഹസനാത്തി. നീ ചെയ്യുന്ന ഹസനാത്തുകളൊക്കെ നീ എന്റെ വീടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരം എനിക്ക് കിട്ടി. അതുകൊണ്ട് അതിന് സമ്മാനമായി ഇത് മാത്രമേ എനിക്ക് തരാൻ കഴിയൂ. സ്വീകരിക്കണം. നിന്റെ ഹസനാത്തുകൾ നീ ചെയ്യുന്ന നിസ്കാരവും നോമ്പും സകാത്തും എല്ലാം തുർസിലു ഇലയ്യ ഇലാ കിതാബി, എന്റെ വീട്ടിലേക്ക് കിതാബിലേക്ക് നീ അയക്കുന്നുണ്ട്. അല്ലേ? ഓരോ ദൈവത്തെ അറിയപ്പെടും. അയാളെ അമലും അങ്ങനെ. അതുകൊണ്ടാണ് ഹബീബായ നബി നമ്മൾ ചോദിച്ചത് മനിൽ മുഫ്ലിസു എന്ന് ചോദിച്ചു. ഒരിക്കൽ സഹാബികളോട് ആരാണ് മുഫ്ലിസ് എന്ന് ചോദിച്ചു. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥം അതാണ്. സഹാബത്തിന്റെ ബന്ധം മുഫ്ലിസു ലാ മാല ലഹു, ഒരു മുതലുമില്ലാത്ത 5 പൈസ കയ്യിലില്ലാത്ത കഷ്ടപ്പെടുന്ന പട്ടിണി കിടക്കുന്ന മനുഷ്യരല്ലേ മുഫ്ലിസ്.
ഇങ്ങനെ ഒന്നുണ്ട് ആരോ കൊടുത്താലല്ലാതെ ഒന്നും കിട്ടും. അത്രയും കൈവലഞ്ഞവനാണ് മുഫ്ലിസിന്റെ അർത്ഥം. കൈവലഞ്ഞവൻ നല്ലവരുണ്ടായിരുന്നു. ഒരാളുകളെ വന്നപ്പോ വേറെ ആളിനെ പരിചയപ്പെടുന്നത് ഇയാള് കൊറോണന്റെ മുമ്പ് ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. ഇപ്പോൾ ആ നാട്ടിലെ ഏറ്റവും ചെറിയ പാപമാണ്. എല്ലാം കൈവരി എല്ലാം തകർന്നു. എല്ലാം തകർന്നു പോയവർക്കാണ് മുഫ്ലിസ് എന്ന വാക്ക് പറയാ. പക്ഷേ ഹബീബായ നബി തങ്ങൾ മുഫ്ലിസാണെന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് ഉത്തരം പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അവനല്ല മുഫ്ലിസ്. അവനല്ല മുഫ്ലിസ്. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ മഹ്ശറിലേക്ക് വലിയ അമലുകളുമായിട്ട് വരും ഒരു മനുഷ്യൻ. നല്ല അമൽ ചെയ്തിട്ടുണ്ട്. ഒരു സ്കാരത്തിൽ ഒന്നാമത്തെ സഫിലായ എല്ലാ സുബഹിക്കുണ്ടായിരുന്നു. എണീക്കുന്നില്ല, കിട്ടുന്ന സമയം കഴിഞ്ഞ് ആ കടയിൽ കൊണ്ടുപോയി ഒരു പുട്ടും ചായ കുടിക്കൂ. അപ്പോഴാണ് അയാളെ ബാക്കി പരിപാടി. അയൽഹബീബിനെയും മുക്കറിന്റെയും ഇമാമിനെയും പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും നാട്ടുകാരെയും അയൽവാസികളെയും എല്ലാം കുറ്റം പറഞ്ഞു. നല്ല ഇറച്ചിങ്ങനെ കൂട്ടി തിന്നാണ്. അയാൾക്ക് സ്വർഗത്തിൽ കിടക്കാനോ അതിന്റെ അപ്പുറമുള്ള അമലുണ്ട്. അയാളെ സ്വർഗത്തിലേക്ക് തീരുമാനിക്കപ്പെടുമ്പോൾ ഇയാൾ എന്നെ പലപ്പോഴും ചീത്ത പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായി എന്നെ കുറിച്ച് ആവശ്യമില്ലാത്തത് ഇല്ലാത്തത് പറഞ്ഞവനാണ്. പരിശോധന ശരിയാണ്. കളവറിയാൻ പറ്റുന്നല്ല. കയ്യന്റെ മറുപടി അറിയാം. ഞാൻ കേട്ടിട്ടുണ്ട് കാലന്റെ സാക്ഷ്യം അപ്പൊ ചെയ്യാനുള്ളത് ഈ മനുഷ്യന്റെ അമലുകളിൽ നിന്ന് ഇയാൾ എത്രയാണോ പറഞ്ഞത് അതിന് വിലയാകുന്ന രീതിയിലുള്ള അമലെടുത്തിട്ട് എന്നാലും അയാൾക്ക് സന്തോഷപ്പെടുന്നതാണ്. ഇനിയും അപ്പോഴാണ് എന്ത് കുറ്റാ പറയാണ്ടത്? മനുഷ്യനുമായി ചെയ്ത മൗലിമത്തുകൾ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കെ ആ മനുഷ്യന്റെ അടലുകൾ എടുത്തിട്ട് ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അവന് തീർന്നു. ഇതെന്തായില്ല ആളിനെ പറഞ്ഞു. കാരണം നല്ല പറച്ചിലാണ്. കിട്ടുന്ന നേരത്തെ പറയാനാണ്. അമല് തീർന്നു. ഞാൻ കൊടുക്കാനുള്ള ആള് വാങ്ങി. അപ്പോഴോ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ ബാക്കിയുള്ള കിട്ടാനുള്ളവരെ എന്തോ ദോഷങ്ങൾ അവന്റെ നമുക്ക് അതെടുത്തിട്ട് അപ്പോഴും മറ്റൊരു അങ്ങനെ അവസാനം വലിയ അമലുമായി ആഖിറത്തിൽ വന്നിട്ട് ഒന്നുമില്ലാതെ നരകത്തിൽ കിടക്കേണ്ടി വരുന്നവനാണ് സഹാബത്തെ മുഫ്ലിസ് എന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ചെയ്യുന്ന തെറ്റിൽ